സ്വാഭാവിക ജീവിതത്തിലേക്ക് തിരിച്ചുവരികയാണ് ചൂരൽമല. ചൂരൽമല അങ്ങാടിയിലെ കടകളും ഹോട്ടലുകളും എല്ലാം ശുദ്ധീകരിക്കുന്ന തിരക്കിലാണ് കച്ചവടക്കാർ. അടിയന്തരമായി ലൈസൻസും മറ്റ് സംവിധാനങ്ങളും ലഭ്യമാക്കുന്നതിന് അദാലത്ത് ഉൾപ്പെടെ വേണമെന്ന ആവശ്യമാണ് വ്യാപാരി വ്യവസായികൾ ഉന്നയിക്കുന്നത്. ചൂരൽമലയിൽ നിന്ന് ഐസൻ ജോസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഉരുൾപൊട്ടലിൽ തകർന്നടിഞ്ഞ ചൂരൽമല അങ്ങാടി ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഈ പ്രദേശത്തുള്ള കടകളെല്ലാം ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സന്നദ്ധ പ്രവർത്തകരും വ്യാപാരി വ്യവസായ വിഭാഗങ്ങളും വ്യാപാരി വ്യവസായ സംഘടനകളെല്ലാം ചേർന്ന് ആ നീക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ വലിയ തോതിൽ ചെളിയും മണ്ണും അടിഞ്ഞു കൂടിയിരിക്കുകയാണ് കടകളിലെല്ലാം തന്നെ. ദൃശ്യങ്ങളിലൊക്കെ കാണാവുന്നതാണ്. വൻതോതിൽ ചെളിയും മണ്ണും അടിഞ്ഞ് അതെല്ലാം തന്നെ സന്നദ്ധ പ്രവർത്തകരും വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രവർത്തകരും എല്ലാവരും ചേർന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നത്തെ ദിവസം അടിഞ്ഞുകൂടിയ ചെളിയും അതുപോലെ തന്നെ ആ കടകളിലെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് തന്നെ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്ര കണ്ട് ഭീതിതമായ ഒരു സാഹചര്യമായിരുന്നു അന്ന് ഉണ്ടായതെന്ന്. ഇനി ഈ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഏറെ ബുദ്ധിമുട്ടുകൾ, ഏറെ സമയമെടുക്കേണ്ട ഒരു സാഹചര്യം അന്നേ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 3 ആഴ്ചയോളം അടുക്കുന്നു ഈ കടകളെല്ലാം തന്നെ അടഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട്. നിലവിൽ വലിയ തോതിൽ ഈ സുരക്ഷാ ദൗത്യവും അതുപോലെ തന്നെ ക്ലീനിങ് പരിപാടികളും വേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ നമ്മോടൊപ്പം കൽപ്പറ്റ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഭാരവാഹി ചേരുകയാണ്. സുധ മാം, എന്താ പേരെന്താണ്? എൻ്റെ പേര് സൗദ. സൗദ മാം, ഏത് രീതിയിലുള്ള ഒരു ക്ലീനിങ് ആണ് നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? എത്ര ദിവസം കൊണ്ട് അത് തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്? കടകളിനുള്ളിൽ കയറിയ ചളികളും മറ്റു സാധനങ്ങളൊക്കെ വേസ്റ്റുകളൊക്കെ ഒഴിവാക്കുക. പിന്നെ കടയിൽ ഒരുപാട് സാധനങ്ങൾ സ്റ്റോക്കുള്ള കടകളുണ്ട്. അപ്പോൾ അവരുടെ സ്ഥാനങ്ങളൊന്ന് മാറ്റി കൊടുക്കുക. നല്ല രീതിയിൽ ആക്കിയിട്ട് കച്ചവടം തുടങ്ങണമെങ്കിൽ ഇനി കുറച്ച് സമയം പിടിക്കും. ഏതായാലും 10-18 ദിവസത്തോളമായി ഇവർ കടകളൊക്കെ അടച്ചിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വ്യാപാരി സംഘടനയുടെ വനിതാ വിങ്ങിൻ്റെ പ്രവർത്തകരാണ് ഞങ്ങൾ. ഇത് യൂത്ത് വിങ്ങിൻ്റെ പ്രവർത്തകരാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് മേജർ വിങ്, യൂത്ത് വിങ്, അവരുടെ അധീനതയിൽ ഞങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ മറ്റൊരു ഭാരവാഹി കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അതായത് നിലവിലെ ഈ സാഹചര്യത്തിൽ വലിയ തോതിൽ ചെളി അടിച്ച് കിടക്കുന്ന കടകളെല്ലാം ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെയും ലൈസൻസിങ് എല്ലാം തന്നെ പുതുതായി വേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. അതിന് ഏത് നീക്കമാണ് ഈ തദ്ദേശ സ്വയംഭരണ വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുക? സംഘടനയുടെ ഭാഗത്തുനിന്ന് എല്ലാ സപ്പോർട്ടോട് കൂടിയാണ് ഇത് ഈ കടകളൊക്കെ ശുചീകരിച്ച് അതുപോലെ ലൈസൻസ് ഒക്കെ നഷ്ടപ്പെട്ടു പോയാൽ സർക്കാർ എത്ര ഉടൻ തന്നെ അതിനുള്ളൊരു സംവിധാനം ചെയ്തിട്ട് ഇവർക്ക് എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണോ നടപ്പിലാക്കി കൊടുക്കേണ്ടത് വെച്ചാൽ സർക്കാർ എത്രയും പെട്ടെന്ന് ഈ കട ഉദ്ഘാടന രീതിയിൽ തന്നെ ഇതെല്ലാം ശുദ്ധീകരിച്ച് ഇതിനുള്ള സാധനങ്ങളൊക്കെ സെറ്റപ്പാക്കി തുറക്കുമ്പോൾ ഇതിനുള്ള എല്ലാ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഇവർക്ക് എത്രയും പെട്ടെന്ന് റെഡി ആയി കൊടുക്കും. ഇതിന്റെ പേരിൽ ഇനി ഓഫീസുകൾ കയറി ഇറങ്ങാനുള്ള ഒരു സംവിധാനം ഇത് തന്നെ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ്. പ്രത്യേക അദാലത്ത് പോലെ ഒരു സംവിധാനമാണോ? പ്രത്യേക അദാലത്ത് പോലെ പെട്ടെന്ന് എന്ന് വെച്ചാൽ ഇത് ഓഫീസുകൾ കയറി ഇറങ്ങാനുള്ള ഒരു ടൈം ഇനിയില്ല. വെച്ചാൽ ഇത്രയും ദിവസങ്ങളായില്ല, ഇപ്പൊ എത്ര 2-3 ആഴ്ചകളായി ഇവിടെ കച്ചവടക്കാർക്ക് കച്ചവടം ഇല്ലാതെ ഒരുപാട് കടങ്ങളൊക്കെ വാങ്ങിയിട്ട് ചെയ്താണ്. ഇപ്പോൾ ഈ ക്ലീനിങ്ങിന് തന്നെ മറ്റുള്ള ആരും ഇതിൽ ഉൾപ്പെടാതെ വ്യാപാരി സംഘടന നല്ല അതിശക്തമായിട്ട് എല്ലാ യൂണിറ്റിനും വയനാട് ജില്ലേൻ്റെ മൊത്തം ആൾക്കാർ നല്ല സജീവമായിട്ട് തന്നെയാണ് ഈ ക്ലീനിങ്ങിന് ഇറങ്ങിയിരിക്കുന്നത്. യൂത്തും മേജർ വിങ്ങും വനിതാ വിങ്ങും എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നമ്മളെ വ്യാപാരി സംഘടനയാണ്, നമ്മളെ ഒരു കുടുംബമാണ്, നമ്മളെ സഹോദരങ്ങളാണ്, നമ്മളെ സഹോദരികളാണ്. നമ്മളെ കൂടെ ചേർത്തണം. അപ്പോൾ അവരുടെ എല്ലാ വിഷമത്തിലും നമ്മൾ അവരെ കൂടെ നിന്നിട്ട് അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഇതെല്ലാം ക്ലീനിങ് ആക്കി ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും സംഘടന ചെയ്തു കൊടുത്തുകൊണ്ട് ഇത് മുന്നോട്ട് പോകാനുള്ള ഒരു സംവിധാനം. അതിന് കൂടെ തന്നെ ഇവർക്ക് നഷ്ടപ്പെട്ടു പോയ ലൈസൻസ് എന്തെല്ലാം കടലാസുകളാണോ ഇവർക്ക് നഷ്ടപ്പെട്ട് എത്രയും പെട്ടെന്ന് അതും കൂടി അദാലത്ത് പ്രകാരം ഇത് റെഡിയാക്കി കൊടുക്കണം എന്നാണ് പറയുന്നത്. എത്രയും പെട്ടെന്ന് കട തുറക്കണം. തീർച്ചയായും നമുക്കറിയാം, കടകൾ ശുദ്ധീകരിച്ചത് കൊണ്ട് മാത്രം അതിൻ്റെ പ്രവർത്തനം പുനഃസ്ഥാപിക്കാൻ സാധ്യമാവുകയില്ല. അത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ വൃത്തിയായ കടകളാക്കി അത് മാറ്റി ലൈസൻസ് ലഭ്യമാക്കുന്നതിനുള്ള അല്ലെങ്കിൽ ലൈസൻസ് പുനഃസ്ഥാപിക്കുന്നതിനുള്ള നീക്കങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അത് ഫുഡ് സേഫ്റ്റിയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. നിരവധിയായ ആവശ്യങ്ങൾ ഇനിയും കിടക്കുന്നുണ്ട് ഈ ശുദ്ധീകരണത്തിന് ശേഷവും. അവയെല്ലാം കാര്യക്ഷമമായി നടപ്പാക്കണമെന്ന ഒരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിലുള്ള അവസ്ഥയിൽ അതായത് ഇലക്ട്രിസിറ്റി പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്, അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അടിയന്തരമായി ശുദ്ധീകരിച്ചത് കൊണ്ട് മാത്രം കടകൾ പുനഃസ്ഥാപിക്കാൻ സാധിക്കുകയില്ല. കടകൾ പുനഃസ്ഥാപിക്കണം, ഇലക്ട്രിസിറ്റി കണക്ഷൻ, വാട്ടർ കണക്ഷൻ തുടങ്ങിയവയെല്ലാം തന്നെ പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. അതിനുശേഷം അടിസ്ഥാനപരമായ നിയമ സംവിധാനങ്ങളുടെ ഭാഗമായുള്ള ലൈസൻസ് ഉൾപ്പെടെ നൽകേണ്ടതുണ്ട്. ഫുഡ് സേഫ്റ്റി ലൈസൻസ് എല്ലാം തന്നെ ലഭ്യമാക്കേണ്ടതുണ്ട്. അതെല്ലാം ഒരു അദാലത്ത് സംഘടിപ്പിച്ച് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ലഭ്യമാക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകണമെന്ന ആവശ്യമാണ് വ്യാപാരികൾ മുന്നോട്ട് വയ്ക്കുന്നത്.